ഞങ്ങൾ പറയാം, ചില വിഷയങ്ങൾ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. ചിലതിന് ഭൗതിക കാരണങ്ങളെ നമ്മൾ കാണുള്ളൂ, അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആത്മീയ കാരണം. എന്തുകൊണ്ട് ഭൂകമ്പം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഭൂമിയുടെ ടെക്ടോണിക് പ്ലേറ്റുകൾ നമ്മൾ കൂട്ടിയിടിച്ചു എന്നാണ് പറയാം. ഈ ടെക്ടോണിക് പ്ലേറ്റ് എന്തിന് കൂട്ടിയിടിച്ചു എന്നാണ് നമ്മുടെ ചോദ്യം. പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി? ബിഗ് ബാങ്. ആര് ബിഗ് ബാങ് ഉണ്ടാക്കിയെന്നാണ് നമ്മൾ ചോദിക്കുക. അതിനാണ് ഉത്തരം കിട്ടേണ്ടത്. എന്നപോലെ ഈ ഭൂമിയുടെ ടെക്ടോണിക് പ്ലേറ്റുകൾ കൂട്ടിമുട്ടുമ്പോൾ ഭൂകമ്പം ഉണ്ടാകുന്നു, ഓക്കെ. പക്ഷെ എന്തുകൊണ്ട് കൂട്ടിമുട്ടുന്നു? അപ്പം അതിൻ്റെ ടെമ്പറേച്ചർ അവിടെ അങ്ങനെയായി, അതിൻ്റെ ടെമ്പറേച്ചർ പിന്നെ വേരിയേഷൻ വന്നു, അങ്ങനെ അതിൻ്റെ പ്രഷർ കൂടി, ഓക്കെ. അതെങ്ങനെ സംഭവിക്കുന്നു? അതിനെന്താണ് കാരണം? ഇങ്ങനെ ആഴത്തിലേക്ക് ചെന്ന് ദൈവികമായ ദിവ്യമായ ഒരു ഇടപെടൽ, ഒരു സാന്നിധ്യം നമ്മളിവിടെ കണ്ടെത്തണം. അതാണ് മുഅ്മിനിൻ്റെ ദൗത്യം. നോക്കൂ, നബി തങ്ങൾ പറയുന്നത്, എപ്പോഴാണ് ഭരണാധികാരികൾ അതിക്രമികളാവുക? എപ്പോഴാണ് മഴ കിട്ടാതിരിക്കുന്നത്? എപ്പോഴാണ് ജീവിത ചെലവുകൾ കൂടുന്നത്? ഈ മൂന്നെണ്ണത്തിനും കാരണം ഒന്നാണ്. ശരിക്കും മനസ്സിലാക്കിക്കോളൂ. ലം യൻഖുസ് ഖൗമുനിൽ മിക്യാല വൽ മീസാൻ. കിലോഗ്രാമിലും ലിറ്ററിലും കൊടുക്കുന്ന രണ്ടിനും. മിക്യാല വൽ മീസാൻ. മിക്യാൽ എന്ന് പറഞ്ഞാൽ ലിക്വിഡുകളുടെ തൂക്കമാണ്. മീസാൻ എന്ന് പറഞ്ഞാൽ സോളിഡ് സാധനങ്ങളുടെ തൂക്കമാണ്. കിലോഗ്രാമിലും ലിറ്ററിലും കൊടുക്കുന്ന സാധനങ്ങൾ, അതിൻ്റെ അളവിലും തൂക്കത്തിലും കച്ചവടക്കാർ കുറവ് വരുത്തിയാൽ, 1 ലിറ്റർ എന്ന് പറയുമ്പോൾ ലിറ്റർ ഉണ്ടാവില്ല, കുറച്ച് കുറവായിരിക്കും. സുബ്ഹാനല്ലാഹ്. 100 ഗ്രാം എന്ന് പറയുമ്പോൾ 100 ഉണ്ടാവില്ല, അത് 90 ഉണ്ടാവുള്ളൂ. 5 കിലോയുടെ പാക്കാണ്, അപ്പോൾ അതിൽ 200 ഗ്രാം കുറഞ്ഞാലൊന്നും അറിയില്ല. ആ ഒരു 200 ഗ്രാം, ഒരു 200 പാക്ക് എന്ന് കുറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ലാഭം നോക്കിയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ പാക്കറ്റിൽ എഴുതിയത് വാങ്ങിച്ചു പോരല്ലേ, അത് പിന്നെ തൂക്കി നോക്കാനൊന്നും ആര് നിൽക്കുന്നത്? അതുകൊണ്ട് മൈന്യൂട്ടായ ചെറിയ കണക്കുകൾ അതറിഞ്ഞുകൊണ്ട് തന്നെ മനഃപൂർവ്വം ചെയ്യുന്നവർ. ഇപ്പോൾ മുളക് പൊടിയുടെ കഥ പറയുമ്പോഴേ, മഞ്ഞളുടെ പൊടിയൊക്കെ പറയുമ്പോഴേ അങ്ങനെ പറയാം, വില കുറച്ച് കൊടുക്കുന്ന സ്ഥലത്തേക്ക് ആൾക്കാർ ഓടും. അപ്പം എന്താ, ഈ മുളക് പൊടിയും ബാക്കി അതേ കളറുള്ള വല്ല ഇഷ്ടിക്കപ്പൊടി എന്തെങ്കിലും പൊടി കൂട്ടിയിട്ട് പാക്കാക്കിയിട്ടാണ് കൊടുക്കുക. അപ്പം എന്ത് ചെയ്യും? അത് നല്ല വില കുറവാന്ന് പറയും. ഒരുപക്ഷെ വില കൂടുതലായിരിക്കാം ചിലയിടങ്ങളിൽ, പക്ഷെ അത് ഒറിജിനലായിരിക്കാം. പക്ഷേ ഒറിജിനൽ വിൽക്കുന്ന ആൾ പറയാം നടക്കുന്നില്ല, കാരണം കോമ്പറ്റീഷനാണ്. നമ്മളത് വില കുറച്ച് എങ്ങനെ കൊടുക്കാൻ നമ്മളെ കൊണ്ടാവില്ല, കാരണം ഇത് ഫുൾ മുളക് പൊടിയാണ്, ഫുൾ മഞ്ഞൾ പൊടിയാണ്. മറ്റവരങ്ങനെയല്ല, മഞ്ഞപ്പൊടി വേറെ ചേർക്കുന്നുണ്ട്, മുളകിന് പകരം ചുവന്ന പൊടി വേറെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആളുകൾ പറയും ഈ കടയിൽ വില കൂടുതലാണ്, സാധനം വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷേ ആളുകളെ വഞ്ചിക്കുക. നമ്മളങ്ങനെ കളർ നോക്കിയിടുകയാണ്, കശ്മീരി മുളകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എറിയാണ്. അപ്പോൾ ഇതിൽ എത്രയാണ് കശ്മീരി മുളകുള്ളത്, ബാക്കിയുള്ളത് ഏത് മുളകാണ് എന്താണെന്ന് പോലും അറിയില്ല. അങ്ങനത്തെ പോയിസൺ കയറ്റിയിട്ടാണ് പാക്കുകൾ നിറച്ചു വരുന്നത്. അങ്ങനെ നമ്മുടെ കമ്പോളങ്ങളൊക്കെ നിൽക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്ന നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് ക്ഷാമം വരും. കഹത്സ്. കൃഷിയിടങ്ങളൊന്നും വർക്ക് ചെയ്യൂല, കൃഷികൾ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ആകാശലോകത്തു നിന്ന് മഴ കിട്ടാതെ വരും. 1. 2. വശിദ്ദത്തിൽ മുഊന. ജീവിത ചെലവുകൾ കൂടും. ശമ്പളം കിട്ടുന്നുണ്ട്, ചെലവിന് തികയുന്നില്ല. പൈസ വരുന്നുണ്ട്, പക്ഷേ ചെലവിന് തികയുന്നില്ല. പറയില്ലേ, 10,000 കിട്ടി എന്താവാനാ, 15,000 ചെലവ് വീട്ടിൽ ആവുന്നില്ല, 20,000 കൊണ്ട് എവിടെ എത്തുന്നില്ല. അങ്ങനത്തെ വീടുകളുണ്ട്. എന്നാൽ അള്ളാഹു നൽകുന്ന ബറക്കത്ത് എവിടെയുണ്ടോ അവിടെ അതിലും കുറഞ്ഞതിൽ ജീവിക്കാൻ കഴിയുന്ന വീടുകളുമുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇല്ലാ ഉഖിദൂ ബിസ്സിനീന വശിദ്ദത്തിൽ മുഅന വജൗരി ശൈത്വാനി അലൈഹിം വജൗരി സുൽത്താനി അലൈഹിം. ഭരണാധികാരികൾ അവരുടെ മേൽ അതിക്രമം കാണിക്കും. ഭരണാധികാരികൾ നിങ്ങളോട് അതിക്രമം കാണിക്കും. എപ്പോ? നമ്മുടെ കച്ചവടക്കാർ വഞ്ചന ചെയ്താൽ. നോക്കണേ, അധികാരത്തിലിരിക്കുന്ന ആളുകളുടെ സ്വഭാവം മാറുന്നതിന് കാരണം അങ്ങാടികളാണെന്ന് ഒരു പഠനമാണ് നബി തങ്ങൾ പഠിപ്പിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വഹയിന്റെ വെളിച്ചത്തിലേ പറയാൻ കഴിയൂ, അല്ലാതെ സോഷ്യോളജി പഠിച്ചാലോ എക്കണോമി പഠിച്ചാലോ പറയാൻ കഴിയുന്ന വിഷയമല്ല. ഇത് വഹയിന്റെ വെളിച്ചമാണ്, ഇത് ഹദീസാണ്, ഹബീബിന്റെ പരിശുദ്ധമായ വചനങ്ങളാണ്. കളവ് പറയാത്ത അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലം യംനഉ സകാത അംവാലിഹിം ഇല്ലാ മുനിഉൽ ഖത്റ മിനസ് സമാ. നാട്ടിൽ സകാത്ത് കൊടുക്കേണ്ട ആളുകൾ സകാത്ത് കൊടുക്കാതിരുന്നാൽ അല്ലാഹു മഴത്തുള്ളി പോലും തരാതെ പിടിച്ചു വെക്കും. മൃഗങ്ങളെങ്കിലും ഇല്ലായിരുന്നുവെങ്കിൽ അവർക്ക് ലവലേശം മഴ ലഭിക്കുമായിരുന്നില്ല എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനേ, നമ്മുടെ ചിന്തകൾ ഒരേ ഒരു ചിന്തയിലൂടെ ജീവിച്ചെങ്കിലേ സമാധാനം ഉണ്ടാകൂ. ആ ചിന്ത അള്ളാഹുവാണ്, അള്ളാഹു ഒരുക്കി വെച്ച പരലോകമാണ്. ആ ഒരൊറ്റ ചിന്തയാണ് നമ്മുടെ മുമ്പിലുള്ളതെങ്കിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്.
അല്ല കാശുണ്ടാക്കലാണ് നമ്മുടെ ചിന്തയെങ്കിൽ, പൈസ ഉണ്ടാക്കൽ മാത്രമാണ് ചിന്തയെങ്കിൽ, നെഞ്ചു വിരിച്ച് നടക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ നമ്മുടെ വിഷയങ്ങൾ ഒരിക്കലും പരിഹരിക്കപ്പെടില്ല എന്ന് പറയുന്ന ഹദീസ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ പഠിപ്പിക്കുന്നു. മൻ കാനതി ദുനിയാ ഹമ്മഹു, ആരുടെയെങ്കിലും ലക്ഷ്യം പൈസയുണ്ടാക്കലാണെങ്കിൽ, ഇവിടെ ജീവിക്കണം, ഇത്ര മാത്രമേ ലക്ഷ്യമുള്ളൂ, മരിച്ചിട്ട് എനിക്ക് പ്രശ്നമല്ല, ഇവിടെ എനിക്കൊന്ന് തലയുയർത്തി നടക്കണം, എനിക്ക് നെഞ്ചുവിരിക്കണം, ഞാനൊരു മുതലാളിയായി ഒരു കൈവീശി നടക്കണം, ഇതാണ് ലക്ഷ്യമെങ്കിൽ, മൻ കാനതി ദുനിയാ ഹമ്മഹു ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈഹി, ദാരിദ്ര്യം അവന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് അല്ലാഹു എടുത്തു കളയില്ല. ദാരിദ്ര്യത്തിൽ തന്നെയാണ് എപ്പോഴും തീരാത്ത പ്രശ്നങ്ങൾ, എപ്പോഴും അവസാനിക്കാത്ത പ്രശ്നങ്ങൾ അവരുടെ മുമ്പിലേക്ക് വരും. ആകെ ലക്ഷ്യം ഭൗതിക ലോകം മാത്രമാണെങ്കിൽ, ഇവിടെ വീട് വേണം, വാഹനം വേണം, മക്കൾ വേണം, കുടുംബം വേണം, സൗകര്യങ്ങൾ വേണം, അത് വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ അത് നമ്മുടെ അന്തിമ ലക്ഷ്യമല്ല. അതുണ്ടെങ്കിലേ നമ്മുടെ പരലോകത്തേക്ക് എനിക്ക് ഒരുങ്ങാൻ കഴിയൂ. അതുകൊണ്ട് ഭൗതിക സാഹചര്യങ്ങൾ ഒരുങ്ങിയാലും ഇല്ലെങ്കിലും നമ്മൾ പരലോകത്തേക്കുള്ള പണി തുടങ്ങിക്കഴിഞ്ഞിരിക്കണം. നമ്മുടെ ലക്ഷ്യം ഭൗതികത മാത്രമാണെങ്കിൽ ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈഹി വഫറഖ അലൈഹി ശംലഹു, നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ ചിന്നിച്ചിതറി കിടക്കും, ഒരിക്കലും പരിഹരിക്കപ്പെടില്ല. വലം യുഅതഹു മിനദ് ദുനിയാ ഇല്ലാ മാ ഖുദ്ദിറ ലഹു, ഓടിക്കതച്ച് വിശ്രമമില്ലാതെ ഓടി നടന്നാലും അവസാനം അയാളുടെ കയ്യിലേക്ക് വന്നു ചേരുന്നത് അള്ളാഹു നിശ്ചയിച്ച സംഖ്യ മാത്രമാണ്. അതിലേറെ ഒരു രൂപ പോലും ഏറവന്റെ കയ്യിലേക്ക് വരുന്നില്ല. അള്ളാഹു നിശ്ചയിച്ച ആ ഒരു പൈസയല്ലാതെ അവന്റെ കയ്യിൽ വരുന്നില്ല. അതിനുവേണ്ടിയാണ് അവൻ ടെൻഷൻ അടിച്ചത്, അതിനുവേണ്ടിയാണ് അവൻ ഓടി നടന്നത്. ഒരു പേജ് പോലും ഖുർആൻ ഓതാൻ കഴിയാതെ, സ്വന്തം മക്കളെ ഒന്ന് കളിപ്പിച്ചിരിക്കാൻ കഴിയാതെ, ഭാര്യയോടൊത്ത് ഉമ്മ വാപ്പമാരോടൊത്തൊന്ന് ഇരിക്കാൻ കഴിയാതെ ഓടിപ്പോയതെല്ലാം കാശുണ്ടാക്കാൻ വേണ്ടിയുള്ള യാത്രകളായിരുന്നു. അതിൻ്റെ പേരിൽ പരിഹാരം നടന്നോ? ഒട്ടുമില്ലെന്നു മാത്രമല്ല, അവൻ്റെ ദാരിദ്ര്യം കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് അല്ലാഹു എടുത്തു കളയില്ലെന്നും അവൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കില്ലെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേരെ മറിച്ച് പരലോകമാണ് മൻ കാനത് അൽ-ആഖിറതു ഹമ്മഹു, ഒരാളുടെ ലക്ഷ്യം പരലോകമാണെങ്കിൽ അത്തതുഹു ദുനിയാ വഹിയ റാഗിമ, നിങ്ങൾ വിചാരിക്കാത്ത വഴിയിലൂടെ നിങ്ങൾക്ക് ആവശ്യമായത് നിങ്ങളുടെ കൈകളിലേക്ക് വരും, അള്ളാഹു നിങ്ങളെ തൃപ്തിപ്പെടുകയും ചെയ്യും. ഇതൊരു സ്റ്റേറ്റ്മെൻ്റാണ്. ഇതിൻ്റെ യാഥാർത്ഥ്യം എത്രയാണെന്ന് നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചറിയണം. ഞാൻ വേറെ പറഞ്ഞു പോയാലോ നിങ്ങൾക്ക് തലയിൽ കയറില്ല. ഇത് നിങ്ങളുടെ കൽബിലേക്ക് കൊണ്ടുവരും. അതുമാത്രം ലക്ഷ്യമാക്കി ജീവിക്കാൻ. പരലോകം നമ്മുടെ ലക്ഷ്യമാണ്. ഇവിടെ നാളെ നേരം വെളുത്ത് കഴിഞ്ഞാൽ, നേരം വെളുത്ത ഈ പരിപാടി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഈ രാത്രി ഈ സ്റ്റേജും ഈ ലൈറ്റ് ഇതൊന്നും. നാളെ സിറാജുദ്ദീൻ ഖാസിം ഉസ്താദ് വരുന്നു, മറ്റന്നാൾ കബീർ ബാക്കി ഉസ്താദ് വരുന്നു. 3 ദിവസത്തെ ഉത്ബോധനങ്ങളാണ്. ഇതിൽ നിന്ന് നമുക്ക് ചില ഊർജ്ജം കിട്ടണം. ഇതൊക്കെ പെട്രോൾ പമ്പിൽ വണ്ടി കയറ്റുന്ന പോലെ ഫ്യൂൽ ചെയ്തിട്ട് പോവാണ്. ആ ഒരു പമ്പിൽ കയറി പിന്നെ കുറേ ഓടണം. അടുത്തൊരു പമ്പ് കിട്ടാൻ കുറച്ച് 2-3 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ. അതുവരെ ഓടാനുള്ള ഫ്യൂലാണ് നമ്മളിപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബോധം വേണം. അതിനിടയ്ക്ക് നമ്മൾ മരിച്ചു പോകാം. അതുകൊണ്ട് കൽബിൻ്റെ ഹൃദയത്തിലേക്ക് അള്ളാഹു നോക്കുന്നത്. നമ്മൾ ഈ കാട്ടിക്കൊണ്ടതൊന്നും വിഷയമല്ല, നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്. കൽബ് ക്ലിയർ ആണോ, ബാക്കി വിഷയങ്ങളൊക്കെ എളുപ്പമാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ലക്ഷ്യം അതാവട്ടെ. യകൂനു ഫീ ആഖിരി ഹാദിഹിൽ ഉമ്മ, എൻ്റെ ഉമ്മത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ ഉണ്ടാകുമെന്ന് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖസ്ഫുൻ വമസ്ഖുൻ വഖദ്ഫുൻ, നമ്മൾ ഇതുവരെ കാണാത്തത്, എന്നാൽ ഇനി കാണാൻ പോകുന്നത്. ഈ ഉമ്മത്തിൽ ചില ആളുകൾ അല്ലാഹു കുരങ്ങുകളാക്കി മാറ്റുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. മസ്ഖ് എന്ന് പറയാം. ഖസ്ഫുൻ, ഒരുപാട് നഗരങ്ങൾ പിളരുകയും. തുർക്കിയുടെ ബോർഡറിൽ കണ്ടില്ലേ ബിൽഡിംഗ്, നേരെ എത്ര നില, 10-15 നില ബിൽഡിംഗ് അങ്ങനെ ഉള്ളിലേക്ക് കണ്ട് പോയിട്ട് കാണാനില്ല. അപ്പോൾ എത്ര ആഴത്തിലുള്ള വിടവ്. അതിനാണ് ഖസ്ഫ് എന്ന് പറയാം. ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടുക. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ റബ്ബേ. എന്തായിരിക്കും അതിൻ്റെയൊക്കെ അവസ്ഥ ആലോചിച്ച് നോക്കി. സയകൂനു ഫീ ആഖിരിൽ ഉമ്മ, ആഖിരി ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൻ്റെ അവസാനങ്ങളിൽ നിങ്ങൾക്ക് കാണേണ്ടി വരും. അത് തുടങ്ങിക്കഴിഞ്ഞു. എന്തൊക്കെ? ഖസ്ഫുൻ വമസ്ഖുൻ വഖദ്ഫുൻ, ആകാശത്ത് നിന്ന് ചരൽ കല്ലുകൾ മഴ വർഷിക്കും. വെള്ളമല്ല വരിക, കല്ലുകൾ വരും. അപ്പോൾ പറയും ഉൽക്കാവർഷമാണെന്ന് പറയും, മീറ്റിയേഴ്സിൻ്റെതാണെന്ന് പറയും, സ്പേസിൽ നിന്ന് വരുന്ന പൊടിപടലങ്ങളാണെന്ന് പറയും. അപ്പോൾ പറയും നല്ല സ്ട്രോങ് കുട ഉണ്ടാക്കി നടന്നോളി എന്ന് പറയും. അപ്പോൾ നമുക്ക് ജോൺസും പൊപ്പിക്കൂടൊക്കെ നല്ല വേറെ കുട ഉണ്ടാക്കി തരും, കല്ല് കൊള്ളാത്ത കുട. ഇപ്പോൾ മഴ കൊള്ളാത്ത, മഴത്തുള്ളി കൊള്ളാത്ത കുട നമ്മുടെ കയ്യിലുള്ളൂ. ഇനി കല്ല് കൊള്ളാത്ത കുട വേണ്ടി വരും.
നിങ്ങൾ എടുത്തു വെച്ചോളൂ, മനസ്സിലാക്കി വെച്ചോളൂ. ഇത് ഹബീബിൻ്റെ വചനമാണ്. അത് സത്യമായി പുലർന്നിരിക്കും. 100 കണക്കിന് നബി നിങ്ങൾ പറഞ്ഞത് അതൊക്കെ പുലർന്നു കഴിഞ്ഞു. ഇനി ആകെ കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ച്. ഖിയാമത്തിൻ്റെ അലാമാത്തുൽ കുബ്രയിലേക്ക് കടക്കാൻ സമയമായി കിടക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ഉമ്മത്തിലുണ്ടാകും ഖസ്ഫുൻ, ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടുന്ന വിഷയങ്ങൾ വരും. വമസ്ഖുൻ, മനുഷ്യരുടെ കോലം മാറും. രാവിലെ നോക്കുമ്പോൾ കുരങ്ങിൻ്റെ രൂപമായിരിക്കും മുഖത്തിന്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ചിലപ്പോൾ കോമഡിക്കാർക്ക് വലിയ രസമായിരിക്കും, പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് പറഞ്ഞത് ആരാണെന്ന് ഓർക്കണം, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുരങ്ങുകളായി മുഖം മാറ്റപ്പെടും, മനുഷ്യന്റെ രൂപമല്ലാതെയായി മാറും. വഖദ്ഫുൻ, ആകാശ ലോകത്ത് നിന്ന് ചരൽ കല്ലുകൾ മഴയായി വർഷിക്കുമെന്ന് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ലയകൂനന്ന മിൻ ഉമ്മതി അഖ്വാമുൻ, എൻ്റെ ഉമ്മത്തുകളിൽ ചില ആളുകൾ വരാൻ പോകുന്നുണ്ട്. യസ്തഹില്ലൂനൽ ഹിർ, പുരുഷന്മാർക്ക് സിൽക്ക് വസ്ത്രങ്ങൾ ഹലാലാണ് എന്ന് ഫത്വ നൽകുന്നവർ. അൽ ഹരീർ, ഹരീർ അതാണ്. ഹിർ എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിന് കുഴപ്പമില്ല എന്നും കാമുകിയുടെ കൂടെ കിടന്നാൽ കുഴപ്പമില്ലെന്നും, മറ്റേ പെണ്ണിന് സമ്മതമാണെങ്കിൽ, അവൾക്ക് സമ്മതമാണെങ്കിൽ ഒരു പെണ്ണുമായി ലൈംഗിക വീഴ്ച ചെയ്യുന്നത് വ്യഭിചാരമല്ല എന്നും പറയുന്ന കാലം വരും. അതന്നെ യസ്തഹില്ലൂനൽ ഹിറ, വ്യഭിചാരമല്ലാതായി മാറുന്നു. പച്ച വ്യഭിചാരമാണ് സ്വന്തം നിക്കാഹിലൂടെ ഹലാലായി വിവാഹം ചെയ്ത ഭാര്യയോടല്ലാതെ ഒരു മനുഷ്യന് ലൈംഗികമായ ബന്ധത്തിൽ ഏർപ്പെടുന്നത് പാടില്ലാത്ത ഹറാമാണ്. എന്നാൽ ചില ആളുകൾ ചില കാലഘട്ടങ്ങൾ വരും, അവർ ന്യായീകരിക്കും ഇത് വ്യഭിചാരമല്ല. അപ്പം അബ്ഡക്ഷൻ ഉണ്ടെങ്കിൽ, കിഡ്നാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ വ്യഭിചാരത്തിൻ്റെ കേസ് വരുള്ളൂ. പരസ്പര സമ്മതത്തോടുകൂടെ കല്യാണം കഴിച്ച പെണ്ണിന് ഏതെങ്കിലും അന്യപുരുഷന്റെ കൂടെ കിടന്നാലും അവളുടെ സമ്മതത്തോടെയാണെങ്കിൽ അത് കോടതിക്ക് വ്യഭിചാരമല്ല എന്ന് പറയേണ്ടി വരും. പക്ഷെ മുഅ്മിനേ, നിനക്കത് വ്യഭിചാരം തന്നെയാണ്, നിനക്ക് വ്യഭിചാരമാണത്. ക്യാമ്പസുകളിൽ ഇവിടെ ഫ്രീഡമാണ്. പെൺകുട്ടികളുടെ കൂടെ നടക്കുന്നു, പെൺകുട്ടികൾ ആൺകൊച്ചുകളുടെ മടിയിൽ വന്ന് ഇരിക്കുന്നു, തോളിൽ പിടിച്ച് ചാടിക്കളിക്കുന്നു, അവർ നൃത്തം ചെയ്യുന്നു, കൂടെ യാത്ര ചെയ്യുന്നു, ഡോർമെസ്റ്ററുകളിൽ മിക്സ്ഡ് ആയിട്ട് കിടന്നുറങ്ങുന്നു. ഇതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്നൊരു ക്യാമ്പസോ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമോ അവരുടെ സർക്കുലർ ഇറക്കിയാൽ പോലും ഒരു മുസ്ലിമത്തായ ആണിനും പെണ്ണിനും ഹറാമു തന്നെയാണ്. നിങ്ങളൊക്കെ വ്യഭിചരിച്ചോളൂ എന്ന് ഏതെങ്കിലും ഒരു ഭരണാധികാരി ഉത്തരവിറക്കിയാൽ പോലും ഒരു മുസ്ലിമിനത് ചെയ്യുക സാധ്യമല്ല. അള്ളാഹുവിൻ്റെ ശരീഅത്താണ് അതിലും വലുത്. യസ്തഹില്ലൂനൽ ഹിറ, ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ഫ്രണ്ട്സാണ് എന്ന് പറഞ്ഞിട്ട് വ്യഭിചാരം സാധ്യമാക്കുന്ന അവസ്ഥകൾ വരും. ഗവൺമെന്റുകൾ അതിന് നിങ്ങൾക്ക് പച്ചക്കൊടി കാണിച്ചു തരും. യസ്തഹില്ലൂനൽ ഹിർ, വ്യഭിചാരം ഹലാൽ വൽക്കരിക്കപ്പെടുന്ന കാലം വരും, നിങ്ങൾ പേടിക്കണേ. വൽ ഹരീർ, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പട്ടുവസ്ത്രങ്ങൾ ധരിക്കുന്നത് ഹറാമാണ്. അത് ചികിത്സയുടെ ഭാഗമായി, ഒരു ബാൻഡേജിനോ മറ്റോ ചികിത്സയുടെ ഭാഗമായി എന്ന് ഫുഖഹാക്കൾ പറയും. അല്ലാതെ ഒരു വസ്ത്രമായി, അലങ്കാരമായി പുരുഷന്മാർക്ക് പട്ടുവസ്ത്രം ഹറാമാണ്. അത് പുരുഷന്മാർക്ക് പറ്റുമെന്ന് പറയുന്ന കാലം വരും. സിൽക്ക് കച്ചവടം ചെയ്യുന്ന ടെക്സ്റ്റൈൽസുകൾ പിന്നെ അങ്ങനെയായിരിക്കും പിന്നെ പരസ്യങ്ങൾ വരിക. ഇപ്പോൾ പെണ്ണുങ്ങളുടെ പട്ടു സാരികളും മറ്റുമൊക്കെ ഹൈലൈറ്റ് ചെയ്യുക. ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ നല്ല പട്ടുകുപ്പായിട്ട് നടക്കുന്ന പുരുഷന്മാർ, അപ്പോൾ നമ്മളെ മാപ്പിളാരൊക്കെ എന്ത് ചെയ്യും, നല്ല പട്ടുകുപ്പായിട്ടിട്ട് അങ്ങ് നടക്കും, കൂളായിട്ട്. ഇത് സിൽക്കാണ്, ഇത് സിൽക്ക്, വൈറ്റ് സിൽക്കാണ് എന്നും പറഞ്ഞ് അഭിമാനത്തോടെ നടക്കും. അത് പച്ച ഹറാമായിരിക്കും. പക്ഷേ അതാരും പറയൂല. ഇങ്ങനത്തെ ഒരു കാലം എൻ്റെ ഉമ്മത്തിന് വരുമെന്ന് ഹബീബായ നബി തങ്ങൾ എന്നിട്ട് പറഞ്ഞു, യുംസഖു മിൻഹും ആഖരീന ഖിറദതൻ വഖനാസീറ ഇലാ യൗമിൽ ഖിയാമ. ഈ ഹദീസിന്റെ ബാക്കിയാണ് വൽ മആസിഫ്, മ്യൂസിക് ഇൻസ്ട്രുമെന്റുകൾ ഹലാലാണെന്ന് ഫത്വ കൊടുക്കുകയോ ഹലാലാണെന്ന് വാദിക്കുകയോ ചെയ്യുന്ന ആളുകൾ വരും. എങ്ങനെ വാദിക്കാന്നറിയോ? ഹവൻ നഫ്സ്. അവർ സ്വയം ചില വ്യാഖ്യാനം കൊടുക്കുന്നതിന്. ഖുർആനിൻ്റെയോ ഹദീസിൻ്റെയോ പരിശുദ്ധരായ സ്വഹാബത്തിൻ്റെയോ അഹ്ലുസുന്നയുടെ ഫുഖഹാഇൻ്റെയോ ഒരു പിൻബലവുമില്ല. തോന്നിയതുപോലെ അവർ വ്യാഖ്യാനം കൊടുക്കും. അങ്ങനെ മ്യൂസിക് ആവാം, ഇത് മനുഷ്യൻ്റെ കലാവൈഭവമാണെന്ന് പറയും, ഇത് മനുഷ്യൻ്റെ ആസ്വാദനമാണ്, ഇതിനെന്താ കുഴപ്പമെന്ന് പറയും. എന്നാൽ എൻ്റെ ഉമ്മത്തെ സൂക്ഷിക്കണേ, നിങ്ങളത് ചെയ്യരുതേ, അത് പിശാചിൻ്റെ ദുർബോധനമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില കാര്യങ്ങളുടെ ഹിക്മത്ത് നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും, ചിലത് മനസ്സിലാവില്ല. എന്തുകൊണ്ട് ഹറാമാക്കി വെച്ചാൽ അതിനെന്താ കാരണം നമുക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഒരു കാരണം പറയാം. എന്തുകൊണ്ട് പന്നി മാംസം ഹറാമാണെന്ന് പറയും? എന്തുകൊണ്ടാണ്? അപ്പം നമ്മൾ പറയും പന്നി മോശപ്പെട്ട വേസ്റ്റും കാഷ്ടമൊക്കെ തിന്നുന്ന ജീവിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു പന്നിനെ നിങ്ങൾ കൂട്ടിലിട്ട് വളർത്തി നല്ല ചിക്കനും നല്ല ഭക്ഷണം കൊടുത്തിട്ട് വളർത്തിയെന്ന് വിചാരിക്കുക, നല്ല ഫുഡ് കൊടുത്തിട്ട് എന്നാൽ തിന്നാൻ പറ്റുമോ? ആ പന്നിയെ പറ്റുമോ?
ഇല്ല. എന്തുകൊണ്ട് പറ്റൂല? അല്ല പറ്റൂല എന്ന് പറഞ്ഞു എന്നതിന്റെ കാരണം അതവിടെയാ ഇസ്ലാം. സമർപ്പണം, നിന്റെ ബുദ്ധിയല്ല അവിടെ, സമർപ്പണമാണത്. പക്ഷേ അതിന് മറ്റു കാരണങ്ങൾ ഉണ്ടാകാം. ഇനിയിപ്പോൾ അങ്ങനെ നമ്മൾ ഹെൽത്തി ഫീഡ്, അതിന് നല്ല ഭക്ഷണം കൊടുത്ത് വളർത്തിയാലും അതിൻ്റെ മാംസത്തിൽ ജേംസുകൾ ഉണ്ടെന്നോ ഒരിക്കലും നശിക്കാത്ത അണുക്കളുണ്ടെന്നോ അതൊക്കെ അവിടെ ഉണ്ട്, ഉള്ള വിഷയം തന്നെയാണ്. പക്ഷേ അതൊന്നും ഇല്ലെന്നും ഫോർ ദ സേക്ക് ഓഫ് ആർഗ്യുമെന്റ് ആർക്കെങ്കിലും പറയാൻ പറ്റിയേക്കാം. പക്ഷേ അള്ളാഹു നിഷിദ്ധമാക്കിയത് നിഷിദ്ധം തന്നെയാണ്. എന്നെ കാരണം ചോദിക്കരുതെന്നാ. അപ്പോഴേ അടിമയും ഉടമസ്ഥനും ആവുള്ളൂ. അപ്പോഴാണ് സയ്യിദും അബിദുമാവുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് അബിദാണ്, എല്ലാം ചോദ്യം ചെയ്യും, എന്നിട്ടേ ചെയ്യുള്ളൂ. അത് അബിദ, അടിമ എന്ന് പറഞ്ഞാൽ എന്താ? ഉടമസ്ഥൻ പറയാണ് ഈ മതിലെടുത്ത് തലയിൽ വെക്കണം എന്ന്. ചോദിക്കൂല എന്തിന്, ചോദിക്കാൻ പാടില്ല. തലയിൽ വെക്കാൻ പരിശ്രമിക്കണം. പറ്റിയോ പറ്റിയില്ല, അത് വേറെ വിഷയം. എന്തുകൊണ്ട്? നാളെ രാവിലെ ചെയ്താൽ പോരെ മുതലാളി എന്ന് ഒരു അടിമക്ക് ചോദിക്കാം, പണിക്കാരൻ ചോദിക്കാം. ഒരു അടിമക്ക് ഉടമസ്ഥനോട് ചോദിക്കാൻ പറ്റില്ല. നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണ്. എന്റെ അടിമകൾ എന്നെ പറ്റി ചോദിച്ചാൽ പറഞ്ഞു നബിയെ ഞാൻ അടുത്തുണ്ട്. നമ്മൾ അടിമയായിട്ടുണ്ടോ? ആദ്യം നമ്മൾ അള്ളാഹിന്റെ അടിമയായിട്ടുണ്ടോ? എന്നിട്ട് പറയാം അള്ളാഹ് തന്നെ ഉണ്ട്. അള്ളാഹുവിന്റെ സാമീപ്യവും സഹായവും അള്ളാഹ് വാഗ്ദത്തം ചെയ്ത് ആർക്കാണ്? ആര് ചോദിച്ചാൽ? മുസ്ലിമീങ്ങൾ എന്നാണ് പറഞ്ഞ ഇബാദി, എൻ്റെ അടിമകളായി ജീവിക്കുന്നവർ. ആദ്യം അതാവാൻ പഠിക്കും നമ്മൾ. എന്നിട്ടേ അള്ളാഹുവിന്റെ സഹായത്തിന് ചോദിച്ചിട്ട് കാര്യമുള്ളൂ. ഇദാ സഅലക ഇബാദി അന്നി, അവിടെ ചോദ്യമല്ല എന്ത് എന്ന് ചോദിക്കാൻ പറ്റില്ല. നെല്ലത്ത് നമുക്ക് സയൻസ് വേണം. സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണെങ്കിൽ നമ്മൾ അംഗീകരിക്കും, അല്ലെങ്കിൽ അംഗീകരിക്കില്ല. എന്തൊരു അത്ഭുതമാണ്. കുറെ കാലം ഈച്ചയുടെ ഹദീസും പറഞ്ഞിട്ട് ആളുകൾ കളിയാക്കിയിരുന്നു. ഈച്ചയിൽ ഫ്ലൈ എന്ന് പറയുന്ന ഈച്ചയിൽ മറുമരുന്നുണ്ട് എന്ന് കണ്ടെത്തിയത് വെസ്റ്റേൺ സയന്റിസ്റ്റുകളാണ്. ഒരു നിര തന്നെ സയന്റിസ്റ്റുകളുടേതുണ്ട്. അത് ഇന്ന് കിട്ടിയിട്ടുള്ളൂ. ഇപ്പടുത്ത് ഒരു 20 കൊല്ലത്തിനിടക്ക്, കഴിഞ്ഞ 10 കൊല്ലത്തിനിടക്ക് അതിൽ സജീവമായ പഠനങ്ങൾ നടന്നത്. പല എൻസൈമുകളും കണ്ടെത്തി. പുണ്യനബി തങ്ങൾ പറയാൻ, നിങ്ങൾ ഇതിനെ മുക്കിയെടുത്തിട്ട് ഒഴിവാക്കണം, ഡിപ്പ് ചെയ്തിട്ട് ഒഴിവാക്കണം. പുണ്യനബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കളിയാക്കിയിരുന്നു. ഇപ്പൊ തിരിഞ്ഞു, അതിലെന്തോ സംഭവമുണ്ട്. നമ്മൾ എന്താണെന്നറിയോ? സംഭവം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഖാല അല്ലാഹു വ ഖാല റസൂലുള്ളാഹ്, ഖലാസ്, പിന്നെ അവിടെ വേറെ ചോദ്യമില്ല. ഇതിനാണ് ഈമാൻ എന്ന് പറയാ. അതാണ് തസ്ലീം, അതാണ് അസ്ലമ. ഖദ് അഫ്ലഹ മൻ അസ്ലം വറുസിഖ കഫാഫൻ വഖന്നഅഹു അല്ലാഹു ബിമാ ആതാം. അല്ലാഹു നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഒന്ന് എഴുന്നേറ്റ് ഒരു 3 സ്വലാത്ത് ചൊല്ലിയിരിക്കാമായിരുന്നു അല്ലേ? ബിസ്മില്ലാ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. കയ്യൊക്കെ ഒന്ന് പൊക്കിയും താഴ്ത്തിയിട്ടൊക്കെ ഒരു 3 പ്രാവശ്യം ചെയ്തൊക്കെ സുന്നത്തായിട്ടൊന്നുമല്ല. എന്താ ചെയ്യുക, ഒരു ആരോഗ്യത്തിനും ഒരു ഉന്മേഷത്തിനും കാലൊക്കെ ഒന്ന് കുടഞ്ഞ് റാഹത്തിൽ ചെയർ അങ്ങോട്ടൊന്ന് മാറിയിരുന്നാൽ നന്നായിരിക്കും. അല്ലാ ഇരിക്കും. അൽഹംദുലില്ലാ. ഇനി അധികം നീളില്ല, എനിക്കും പെട്ടെന്ന് പോകേണ്ടതുണ്ട്, സമയമായി. അൽഹംദുലില്ലാ. ജമാൽക്ക് മാറിയിരുന്നില്ലേ? അൽഹംദുലില്ലാ. ചേർന്ന് മാറിയിരിക്കുമ്പോൾ ചെറിയൊരു ഒരു ഫ്രഷ്നെസ് തോന്നണം എന്നാണ് അല്ലേ? അൽഹംദുലില്ലാ. സമയം വളരെ പെട്ടെന്ന് പോയല്ലോ. 9:30 മണിക്ക് തുടങ്ങി 11 കാലമായല്ലോ ഇപ്പോൾ അല്ലേ? സുബ്ഹാനല്ലാഹ്. പൈപ്രയിൽ ടൈം വേഗം ഓടുന്നുണ്ട്. യകൂനു ഫീ ആഖിരി ഹാദിഹിൽ ഉമ്മ ഖസ്ഫുൻ വമസ്ഖുൻ വഖദ്ഫുൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ച ദുരന്തങ്ങൾ ഉണ്ടാക്കാൻ കാരണമായി പറഞ്ഞത്, ഒന്ന് വ്യഭിചാരം, പുരുഷന്മാർക്ക് സിൽക്ക്, പിന്നെ പറഞ്ഞു വൽ മആസിഫ്, മ്യൂസിക് ഉപകരണങ്ങൾ. ദഫുള്ള കാലത്ത്, നബി തങ്ങളുടെ കാലത്ത് ഫ്ലൂട്ട് ഉണ്ട്. റോമക്കാരൊക്കെ വലിയ മ്യൂസീഷ്യൻസ് ആണ്. അന്നൊക്കെ ഹാർമോണിയം പോലെയുള്ള കീബോർഡുകളുള്ള മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റുകൾ അന്ന് പേർഷ്യൻ കൊട്ടാരങ്ങളിലുണ്ട്. റോമൻ കൊട്ടാരത്തിലുണ്ടെന്ന് പറഞ്ഞാൽ ഫലസ്തീനിലും ഡെമസ്കസിലും ജോർഡാനിലും ഒക്കെ ഉണ്ടെന്നാണ്. പക്ഷേ പുണ്യനബി തങ്ങളതൊന്നും അനുവദിച്ചിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ദഫ് ഉണ്ടായിരുന്നു, അതിന് ചിലങ്ക വെക്കാൻ പറ്റില്ല, ചിലി സൗണ്ട് പറ്റില്ല. ദഫിൻ്റെ മുട്ട് അത് നബി തങ്ങൾ അനുവദിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പറയാം അത് വേറൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും എന്ന്. അല്ല, അന്ന് നിങ്ങൾ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ അന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പറയായിരുന്നത്, പച്ച കുത്തുന്നു, ടാറ്റു നബിൻ്റെ കാലത്തുണ്ട്, വിഗ് വെക്കുന്നു തങ്ങളുടെ കാലത്തുണ്ട്, പ്ലക്കിംഗ്, ഐബ്രോ
പ്ലക്ക് ചെയ്യുന്നത് തങ്ങളുടെ കാലത്തുണ്ട്. പല്ലുകൾക്ക് ഇടവരുത്തുന്ന ഒരു സർജറി ഉണ്ട്, പെണ്ണുങ്ങൾക്ക് സൗന്ദര്യം കൂടാനാണല്ലോ, അത് നബി തങ്ങളുടെ കാലത്തുണ്ട്. അന്ന് സ്പാ ഉണ്ട്, നിങ്ങൾക്കറിയോ? സ്പാ അൽ ഹമ്മാം എന്ന കിതാബിൽ പറയാ, പെണ്ണുങ്ങളൊന്നും അങ്ങനെ പബ്ലിക് ഹമ്മാമുകളിൽ പോയി വസ്ത്രമഴിച്ച് കുളിക്കരുത് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു. അന്ന് ഹമ്മാമുള്ള സിറിയയിലാണ്. സിറിയയിൽ ഹമ്മാം, ഹമ്മാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സ്പാ ആൻഡ് ബാത്ത്. നമ്മൾ ഭയങ്കര മോഡേണാണ്. 1400 കൊല്ലം മുമ്പ് നമ്മുടെ കിതാബുകളിലുള്ള വിഷയമാണ്. ടാറ്റൂന് അറബിയിൽ വഷ്മ് എന്നാ പറയാ. ലഅനല്ലാഹുൽ വാഷിം അൽ വാഷിമാത്ത്, ടാറ്റു ചെയ്യുന്ന ആളുകളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ പെർമനൻ്റലി മാറ്റലാണ്, ചെയ്യാൻ പാടില്ല. സ്കിൻ ഡാമേജ് ചെയ്യലാണ്, ചെയ്യരുത്. അപ്പം ഇതൊക്കെ അന്നുണ്ട്. നമ്മളീ പറയുന്നതിൻ്റെയൊക്കെ ഒരു മിനിയേച്ചർ അല്ലെങ്കിൽ അതിലേറെ അന്ന് കാലങ്ങളിലുണ്ട്. എന്നിട്ടാ തങ്ങളിത് പാടില്ല എന്ന് പറയുന്നത്. എന്നല്ലാതെ ഇന്നത്തെ പോലത്തെ മ്യൂസിക് സംവിധാനങ്ങൾ ഇല്ലാത്ത അന്ന് ആകെ ഒരു മുട്ടുള്ളു. അന്ന് ചെണ്ടയുണ്ട്, തൊബലുണ്ടെന്ന്, ചെണ്ടയുണ്ട്, 2 ഭാഗത്ത് മുട്ടുന്ന ചെണ്ടയുണ്ട്. പക്ഷേ നബി തങ്ങൾ അനുവദിച്ചിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫ്ലൂട്ടുണ്ട്. ഫ്ലൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇന്നൊക്കെ ശരിക്കും ബ്രാസിൻ്റെ ഫ്ലൂട്ടുകൾ കാണും. ഓടക്കോയിൽ കൊണ്ടുണ്ടാക്കുന്നത്, മുളക്കോയിൽ കൊണ്ടുണ്ടാക്കുന്ന ഫ്ലൂട്ടുകൾ കാണും. എന്തേലും പറയാ, അങ്ങനെ എന്താ പറയല്ലേ ഫ്ലൂട്ടിനെ, ഓടക്കുഴല്. അതൊക്കെ തങ്ങളുടെ കാലത്തുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നുള്ള സംഭവമാണത്. അന്നത്തെ വക്കാല് മേളകളിൽ ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട് അന്നത്തെ അറബികള്. ഗംഭീരമായ ഗാനമേളകൾ അന്ന് അവിടെ നടക്കുന്നുണ്ട്. തങ്ങൾ പറഞ്ഞു, ഈ ഉമ്മത്ത്, ഖുർആനിന്റെ ഉമ്മത്തിന് ഇത് വേണ്ട, ഇത് പിശാചിൻ്റെതാണ്. നിങ്ങൾ ശരിക്കും അനുഭവിച്ചോളൂ, അതിനൊരു മധുരമുണ്ട്. നിങ്ങളത് ഒഴിവാക്കിയാൽ വിശുദ്ധമായ ഖുർആനിൻ്റെ മധുരം നിങ്ങളുടെ കൽബിലേക്ക് കയറും. ആ ഒരു മ്യൂസിക്കിൻ്റെ അഡിക്ഷൻ, ഏതു നേരം മ്യൂസിക് കേട്ടുകൊണ്ട് ഉറങ്ങുക, അത് കേട്ട് എണീക്കുക, സ്കൂളിൽ പോകുമ്പോഴേ, ഹോംവർക്ക് ചെയ്യുമ്പോഴേ ഫുൾ ടൈം ഈ മ്യൂസിക്കും വെച്ചിരിക്കുന്ന കുട്ടികൾ, അവരുടെ ഹൃദയത്തിലേക്ക് വിശുദ്ധ ഖുർആൻ കയറൂല. ഖുർആൻ കയറാതിരുന്നാൽ അവിടെ കയറിയിരിക്കുന്നത് പിശാച്ചാണ്. പിന്നെ ആ കുട്ടികളിൽ നല്ല അവർക്ക് നിസ്കരിക്കാൻ തോന്നൂല, അവർ ബുദ്ധിമുട്ടായിട്ട്, അവരെ കൊണ്ട് കഴിയില്ല. അവർ മടിച്ച് ഉന്തി തള്ളിയാൽ അവരത് ചെയ്യൂ. നേരെ മറിച്ച് മ്യൂസിക്കിൻ്റെ അഡിക്ഷൻ ഇല്ലാത്തൊരു കുട്ടിയെ നിങ്ങൾ അള്ളാഹുവിൻ്റെ കലാം കൊടുത്തു നോക്കൂ, അവരത് ഓതും. അവർക്ക് മധുരമുണ്ട്, അവർക്ക് അത് ആസ്വദിക്കാൻ കഴിയും. അവരുടെ ജീവിതത്തിൽ, സംസ്കാരത്തിൽ വ്യത്യാസമുണ്ട്. ദീനിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് അവരെ വ്യത്യസ്തരായി കാണാൻ കഴിയും. അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ മക്കയിലെ ഒരു പ്രാന്തപ്രദേശത്തുകൂടെ കടന്നു പോകുമ്പോഴേ ഒരു ആട്ടിടയൻ ആടുകളെ വിളിക്കാൻ വേണ്ടി ഓടക്കുഴൽ കൊണ്ട് ഊതുകയാണ്. ഫ്ലൂട്ട് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം മഹാനവറുകൾ ചെവി പൊത്തിയിട്ട് അവിടെ നിന്ന് ഓടിയെന്നാണ്. കൂടെയുള്ള ആള് മൗല അസ്ലം റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അസ്ലമേ, ആ ശബ്ദം ഇനി കേൾക്കുന്നുണ്ടോ എന്ന്. കേൾക്കുന്നുണ്ടോ ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് ചെവിയിൽ നിന്ന് കൈയെടുത്തത്. ഏതോ ഒരാട്ടിടയൻ ആടിനു വേണ്ടി പാടിക്കൊടുക്കുന്നതിൽ ഒരു സ്വഹാബി ഇങ്ങനെ സൂക്ഷ്മത പാലിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിത് ദീനിൻ്റെ ബെയ്ത്താണ്, സ്വലാത്ത് ബെയ്ത്താണ്, മാപ്പിളപ്പാട്ടാന്നും പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്നതിലൊക്കെ എത്ര ഗൗരവമുള്ള വിഷയങ്ങളാണ് മുഅ്മിനീങ്ങളെ, എത്ര ഗൗരവമുള്ള വിഷയങ്ങളാണ്. അതുകൊണ്ട് കാര്യങ്ങൾ അറിയാതെ സംഭവിക്കുന്നത് അള്ളാഹു പുറത്തു തരട്ടെ. അറിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്ന് അത്തരം തെറ്റുകൾ ഉണ്ടാവരുത്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. ലം തദ്ഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തു ഹത്താ യുഅ്ലിനൂ ബിഹാ ഇല്ലാ ഫശാ ഫീഹിം അത്വാഊൻ വൽ ഔജാഉ അല്ലതി ലം തകുൻ ഫീ അസ്ലാഫിഹിം. ലം തദ്ഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ, ഏതെങ്കിലും ഒരു സമൂഹം, ഫാഹിഷ എന്ന് പറഞ്ഞാൽ നേരെ അതിനർത്ഥം വ്യഭിചാരം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ കല്യാണങ്ങൾ മുതൽ, നമ്മുടെ വീട്ടിലെ സൽക്കാരങ്ങൾ മുതൽ അവിടങ്ങളിലൊക്കെ ഓരോരോ പുതിയ പ്രേമങ്ങൾ തുടങ്ങുകയും ചില പ്രേമങ്ങൾ ഒടുങ്ങുകയും ചില പ്രേമങ്ങൾ ആരംഭിക്കുകയും ചില പ്രേമങ്ങൾ അതിൻ്റെ കൊടുമുടിയിലെത്തുകയും ചെയ്യുന്ന അവസരങ്ങളായി നമ്മുടെ വിവാഹമേളകളൊക്കെ മാറിക്കഴിഞ്ഞിട്ടില്ലയോ? നമ്മൾ ആലോചിച്ച് നോക്കി. ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് ശരീരം യഥേഷ്ടം ആളുകൾക്ക് കാണിച്ചു കൊടുക്കാനുള്ള വസ്ത്രം, അതിട്ടാലേ കല്യാണമാവുള്ളൂ, മരിച്ച വീട്ടിലേക്ക് മാത്രമേ പർദ്ദയിടേണ്ടതുള്ളൂ, അല്ലെങ്കിൽ ശരീരം മറക്കേണ്ടതുള്ളൂ എന്ന് നമ്മുടെ പെണ്ണുങ്ങളൊക്കെ എവിടെയോ മനസ്സിലാക്കി വെച്ച പോലെ. വിവാഹം എന്ന് പറഞ്ഞാൽ പിന്നെ മുടിയൊന്നും കാണിച്ചിട്ടില്ലെങ്കിൽ അത് എങ്ങനെ കല്യാണമാവുക? വയറും കയ്യും കാലൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ വിവാഹത്തിൻ്റെ രസം കിട്ടൂലല്ലോ. യാ അല്ലാ, എവിടെ എത്തിപ്പോയി നമ്മുടെ കൗമ്? എത്ര ആളുകൾക്കാണ് ഈ തിന്മ നമ്മൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത്? പുരുഷന്മാരാവട്ടെ പെണ്ണുങ്ങളാവട്ടെ. ഇതിൽ ഏറ്റവും വലിയ ഡേഞ്ചർ എന്ന് വെച്ചാൽ, പുരുഷൻ ഖിയാമത്തിന്റെ അടയാളം പറഞ്ഞെടുത്ത് കാറുകൾ ഉണ്ടാകുമെന്ന് നബി തങ്ങൾ പറഞ്ഞൊരു ഹദീസുണ്ട്, യർക്കബൂനൽ മയാസിർ. ആ ഹദീസ് വളരെ അത്ഭുതമുള്ളൊരു ഹദീസാണ്. ആണുങ്ങൾ, പുരുഷന്മാർ, അവർ പള്ളിയുടെ ഭാരവാഹികളാണ്, അവര് മഹലിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളാണ്. അവർ പള്ളികളിൽ പോയി അവരുടെ യർക്കബൂനൽ മയാസിറ വയൻസിലൂന അമാമൽ മസാജിദ്,
പള്ളികളുടെ മുമ്പിൽ പോയി ആ വാഹനങ്ങളിൽ അവർ ചെന്നിറങ്ങും. മയാസിർ എന്ന് പറഞ്ഞാൽ മെത്ത പോലെയുള്ള സീറ്റുള്ള വാഹനമാണ്. എന്നാൽ അത് ഒട്ടകമല്ല, അത് കുതിരയല്ല, അത് കഴുതയല്ല എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ എന്താ? മെത്ത പോലെയുള്ള സീറ്റുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാറുകളല്ലാതെ എന്താണ്? എന്നിട്ട് പറഞ്ഞു, അന്ന് സഞ്ചരിക്കുന്നതിലേറെ വേഗതയിൽ സഞ്ചരിക്കാൻ അവർക്ക് കഴിയുന്ന വാഹനങ്ങൾ. അതിനാണ് മയാസിർ എന്ന് പറഞ്ഞത്. തങ്ങളുടെ കാലത്ത് ഇല്ലാതെ കാറുകളൊക്കെ ഉണ്ടായത് ഇപ്പം അടുത്ത കാലത്തല്ല, ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷമല്ലേ. ആ കാറുകളിൽ യൻസിലൂന, അവരിറങ്ങും, അമാമൽ മസാജിദ്, പള്ളികളുടെ മുമ്പിൽ നിസ്കരിക്കാൻ വേണ്ടി കാറിൽ വന്നിറങ്ങും. ഇപ്പോൾ പള്ളികൾക്കൊന്നും കാർ പാർക്കിംഗ് ഇല്ലെങ്കിൽ നിസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പള്ളികൾക്ക് കാർ പാർക്കിംഗ് വേണം ഇപ്പോൾ, അല്ലേ? ബൈക്ക് പാർക്കിംഗിൽ മിനിമം എല്ലാവരും വാഹനം ഉപയോഗിക്കുന്ന കാലം. അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ തങ്ങൾ പറഞ്ഞു, വനിസാഉഹും കാസിയാത്തുൻ ആരിയാത്ത്, പുരുഷന്മാർ പള്ളിയിലേക്ക് കാറിൽ പോയി നിസ്കരിച്ചു വരുന്നവരാണ്. അവരുടെ പെണ്ണുങ്ങൾ വസ്ത്രമുണ്ട്, അവർക്ക് വസ്ത്രമില്ല, അങ്ങനത്തെവരായിരിക്കും എന്ന് പറഞ്ഞാൽ വലിയൊരു വിഭാഗം പുരുഷന്മാർ ദീനിലേക്ക് അടുക്കുകയും സ്ത്രീകളിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ ദീനിൽ നിന്ന് അകലുകയും ഈ ഒരു പടിഞ്ഞാറൻ സംസ്കാരത്തെ സ്വീകരിക്കുകയും ചെയ്യുന്നു. പച്ചയിറച്ചി കാണിക്കുക, ചെസ്റ്റ് കാണിച്ച് നടക്കുക, ശരീരത്തിൽ കാണിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ കാണിക്കുക, വസ്ത്രവിധാനത്തിൽ അച്ചടക്കമില്ലാതിരിക്കുക, ഇങ്ങനെ നടക്കുന്ന ഒരു സ്വഭാവം സ്ത്രീ സമൂഹങ്ങളിൽ വർദ്ധിക്കുകയും നേരെ മറിച്ച് പുരുഷന്മാർ, അവരുടെ കയ്യിൽ കാശുണ്ട്, അവർക്ക് കാറുകളുണ്ട്, ആ വാഹനങ്ങളിൽ അവർ വാതിലും നിസ്കരിക്കാനും ഒക്കെ പോകുന്നവരാ. പക്ഷേ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് അച്ചടക്കമുണ്ടാകില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കണം. ലം തദ്ഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തു, ഏതെങ്കിലും ഒരു സമൂഹത്തിൽ മോശപ്പെട്ട കാര്യം, അത് ഇസ്ലാമിൻ്റെ ഒരു വിഷയമാണത്. അതായത് വ്യഭിചാരം എന്ന് പറയേണ്ടിടത്ത് മോശപ്പെട്ട ആ കാര്യം എന്ന് പറയാൻ അൽ ഫാഹിഷ എന്ന വാക്കാണ് ഉപയോഗിക്കുക. അൽ ഫാഹിഷ ഏതെങ്കിലും ഒരു സമൂഹത്തിൽ ഉണ്ടാവുകയും ഹത്താ യുഅ്ലിനൂ ബിഹാ, ഇതൊരു ഗ്ലോബൽ സമൂഹമാണ്. നമ്മളൊക്കെ ഒരു ഗ്ലോബൽ കമ്മ്യൂണിറ്റിയാണ്, ഗ്ലോബൽ വില്ലേജ്. ലോകത്ത് എവിടെ നടന്നത് എവിടെയും കിട്ടും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ, അല്ലേ? അമേരിക്കയിൽ നടക്കുന്ന നമ്മുടെ ഫ്രണ്ട്സ് ഒരുപാട് ആൾക്കാർ പിന്നെ ഓസ്ട്രേലിയയിലുണ്ട്, UK യിലുണ്ട്, ജർമ്മനിയിലുണ്ട്, ഇറ്റലിയിലുണ്ട്, USA കാനഡയിലുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. അവർക്കും നാട്ടിലുള്ളത് നമ്മളറിയുന്നതിലേറെ ഫാസ്റ്റ് അവരറിയുന്നുണ്ട്. അവിടെ നടക്കുന്നത് ഏറെക്കുറെ നമ്മളറിയുന്ന, എല്ലാവർക്കും എല്ലാം അറിയാം. എല്ലാവരും അത്രയും ഇൻ്റർ കണക്റ്റഡ് ആണല്ലേ ഈ കാലഘട്ടം. നബി തങ്ങൾ പറയുന്നു, നോക്കൂ സല്ലല്ലാഹു അലൈഹി വസല്ലം, വ്യഭിചാരം നടക്കുന്നത് ഒരു കാലഘട്ടങ്ങളിൽ ഒരു സ്വകാര്യമായിരുന്നു. അത് തിന്മയാണ്, ശിക്ഷയാണ്. അതിന് എറിഞ്ഞു കൊല്ലലോ നാടുകടത്തലോ 100 അടിയോ ഒക്കെ ഇസ്ലാം ശിക്ഷ വിധിച്ച വലിയ കുറ്റമാണത്. അതിൻ്റെ പേരിൽ 4 സാക്ഷികളാൽ തെളിയിക്കപ്പെടുന്ന ഒരു കേസ് പോലും ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നാ. 4 സാക്ഷികൾ പച്ചയിൽ കാണെ വ്യഭിചാരം ചെയ്തിട്ട് ഖാദിക്ക്, ജഡ്ജിക്ക് വിധി പറയേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. ശിക്ഷ നൽകപ്പെട്ടതൊക്കെ സ്വയം വന്ന് സമ്മതിച്ചതാ ജഡ്ജിന്റെ മുമ്പിൽ, നബി തങ്ങളുടെ കാലത്തും അതിനുശേഷവും. പക്ഷേ തങ്ങൾ പറയാ, വ്യഭിചാരം നടക്കുമെന്ന് മാത്രമല്ല, ഹത്താ യുഅ്ലിനൂ ബിഹാ, ആ വ്യഭിചാരം അവർ റെക്കോർഡ് ചെയ്ത്, സ്റ്റോർ ചെയ്ത്, അപ്ലോഡ് ചെയ്ത് സർവ്വ മനുഷ്യർക്കും കാണാൻ കഴിയുന്ന വിധം പച്ചയായ വ്യഭിചാരം ജനങ്ങളിൽ പബ്ലിക്കായി അവരെ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു കാലം. കുട്ടികൾക്ക് 2 ടൈപ്പ് ചെയ്താൽ കിട്ടുന്ന വിഷയം. അതിനുവേണ്ടി പിശാചിന്റെ 100 കണക്കിന് വെബ്സൈറ്റുകൾ, 100 കണക്കിന് ബ്ലോഗുകൾ, 100 കണക്കിന് സംവിധാനങ്ങൾ, തിന്മകൾ, പച്ചയായ വ്യഭിചാരം മനുഷ്യൻ കാണുന്ന അവസ്ഥകൾ ഒരു സമൂഹത്തിൽ ഉണ്ടായാൽ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് കാത്തിരിക്കാം. നിങ്ങൾക്കത് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ടോ ഇല്ലയോ എന്നല്ല ശറഅ പറയാ. നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞാലും അത് ചെയ്യുന്ന ആളുകൾ ഇല്ലാ ഫശാ ഫീഹിമുത് ത്വഊൻ, പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ അവർക്ക് വന്നുകൊണ്ടേയിരിക്കും. ഒന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിൻ്റെ ഭീതിയും വേദനയും ബേജാറും നമ്മൾ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഓണംകേറ മൂലകളിൽ വരെ, നമ്മുടെ റോഡുകളും വാർഡിലെ റോഡുകൾ വരെ അടച്ചു വെച്ച് വീടുകളിൽ അന്നം കിട്ടാതെ പേടിച്ചിരുന്ന സമയം നമ്മൾ മറന്നുപോയോ? അതൊക്കെ ഓക്സിജൻ കിട്ടാൻ, ഓക്സിജൻ സിലിണ്ടർ കിട്ടാതെ രോഗികൾ വരാന്തകളിൽ മരിച്ചുപോയത്, ആംബുലൻസ് വരാനില്ലാതെ മരിച്ചുപോയത്, ഒരു മയ്യത്തിനെ മറവ് ചെയ്യാൻ ആളുകളില്ലാതെ പോയത്, കയറ് കെട്ടി തൂക്കി കുഴിയിലേക്ക് എറിയുന്ന പോലെ മയ്യത്തുകളെ ഇട്ടുകൊടുത്തത് നമ്മൾ മറന്നുപോയോ? ഇതൊക്കെ ഇല്ലാ ഫശാ ഫീഹിമുത് ത്വഊൻ, പാൻഡമിക്കുകൾ അവരിലേക്ക് വരുമെന്ന് നബി തങ്ങൾ കഴിഞ്ഞില്ല. എന്നിട്ട് പറഞ്ഞു, വല്ലൗജാഉല്ലതീ ലം തകുൻ ഫീ അസ്ലാഫിഹിം, അവരുടെ മുൻഗാമികളിൽ ആരിലും ഉണ്ടാകാതിരുന്ന, ആരും ഇതുവരെ കേൾക്കാത്ത അസുഖങ്ങൾ അവരുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കും. പുതിയ പുതിയ പേരുകളിട്ട് ഇങ്ങനെ വിളിക്കും. പക്ഷേ എത്രയാണ് നിങ്ങൾ വ്യഭിചാരം പ്രചരിപ്പിക്കുന്നത്, അതിനവസരങ്ങൾ ഉണ്ടാകുന്നത്, വ്യഭിചാരം പച്ചയായി കാണുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നത്, അത് പ്രചരിപ്പിക്കുന്നത്, അത്തരം വിഷയങ്ങളിൽ ജാള്യത പോലുമില്ലാതെ വിവസ്ത്രരായി നിന്നു കൊടുക്കുന്നവരെ അല്ലാഹുവിൻ്റെ ശിക്ഷ വരും.
ലം തകുൻ ഫീ അസ്ലാഫിഹിം, മുൻഗാമികളിൽ ഒരിടത്തും കേൾക്കാത്ത സുഖം. എയ്ഡ്സ് ഒക്കെ വലിയ ഗുരുതരമായ അസുഖല്ലേ? കേരളത്തിൽ എത്ര ഉണ്ടെന്ന എയ്ഡ്സ് രോഗികൾ? കേരളത്തിൽ അറിയുമ്പോഴേക്കും ഭ്രഷ്ട് കൽപ്പിക്കാൻ. അങ്ങനെ ആ രോഗികൾക്ക് കിട്ടേണ്ട ചില ആൾക്ക് നിരപരാധികളായിരിക്കും. ചില നീഡിൽ, ചില സർജറിക്ക് വിധേയമായപ്പോൾ, ചില ട്രീറ്റ്മെന്റിന് ഉപയോഗിച്ച ഇൻസ്ട്രുമെന്റുകൾ ദേഹത്ത് കുത്തിയപ്പോൾ, അല്ലെങ്കിൽ ഇഞ്ചക്ഷനിലൂടെ അങ്ങനെയൊക്കെ വന്നുപെടുന്ന നിരപരാധികളെ മക്കളടക്കമുണ്ട്. അവരെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. അല്ലാഹു യർഹമുഹും വയശ്ഫീഹിം, പടച്ചവൻ അവർക്ക് ശിഫ കൊടുക്കട്ടെ. പക്ഷേ തിന്മകൾ ചെയ്ത്, വ്യഭിചാരം ചെയ്ത്, ഇതിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് സ്വർഗഭോഗം എന്ന് പറയുന്ന നമ്മുടെ നാടുകളിൽ ഇപ്പോ സിന്ദാബാദൊക്കെ വിളിച്ചു തുടങ്ങിയിട്ടുള്ള ഈ പരിപാടിയാണ്. പച്ചയായ തോന്നിവാസം. അതിന് അനുമതി വേണമെന്നും അതിനെ ലീഗലൈസ് ചെയ്യണമെന്നും ഞങ്ങളെ അംഗീകരിക്കണമെന്നും ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും ഒച്ചപ്പാടുകൾ തുടങ്ങി. ചില ഗവൺമെൻറ്റുകളൊക്കെ അവർക്ക് ആണിനും ആണിനും കല്യാണം കഴിക്കാം എന്ന് വരെ. എന്നിട്ട് ഇപ്പോൾ അവർക്കൊരു കുട്ടി ജനിച്ചു. ഒരു ആണാണ്, കുട്ടി ജനിക്കൂലല്ലോ. അവരൊരു വാടകയ്ക്ക് ഒരു പെണ്ണിനെ വാടക ഗർഭമുണ്ടായി അവർക്ക് കുട്ടി ജനിക്കാൻ പോകുന്നത്ര. അതിൽ ഒരാൾ പുതിയാപ്പിള, ഒരാൾ പുതിയ, രണ്ടും ആണ് തന്നെ. അവർ എത്നിക്കലി ഇന്ത്യക്കാരാ, പക്ഷെ അവർ USA പാസ്പോർട്ടുള്ള ആൾക്കാരാ. എന്തൊരു വിചിത്രമായ ലോകമല്ലേ, എന്തൊരു വിചിത്രമായ ലോകം. ലോകത്തെ ആദ്യത്തെ സ്വർഗ ദമ്പതികൾക്ക് കുഞ്ഞു ജനിക്കുന്നു. വലിയ വാർത്തയാണ്. കഴിഞ്ഞൊരു മാസം ഞാൻ ഔട്ട് ചെയ്തവർ. എന്തൊരു വൃത്തികേട്, എന്തൊരു വൃത്തികേട്. ഈ വൃത്തികേടാണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതെ അതിനുവേണ്ടി സിന്ദാബാദ് വിളിക്കുകയും എഴുതുകയും പറയുകയും ന്യായീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ ധർമ്മത്തോട്, സത്യത്തോട്, മൂല്യബോധത്തോട് ചെയ്യുന്ന കടുത്ത അനീതി എത്രയാണെന്ന് മനസ്സിലാക്കണം. മിനിമം അവർ ചെയ്യുന്നത് ഒട്ടും ന്യായമോ സത്യമോ ധർമ്മമോ അല്ലെന്നും ഒരു സംസ്കാരത്തെ, ഭാരതത്തിൻ്റെ ഒരു സംസ്കാരം എത്ര മഹനീയമാണ്. ഇന്ത്യയുടെ സംസ്കാരം നമ്മൾ ആലോചിക്കേണ്ടേ. നൂറുകണക്കിന് ആയിരക്കണക്കിന് കൊല്ലങ്ങളുടെ പാരമ്പര്യമുള്ള ഈ നാടിൽ എത്ര മതവിശ്വാസികളുണ്ട്. ഇവിടെ എത്ര മതവിശ്വാസികളുണ്ട്. ഒരു മതത്തിലും ഒരിടത്തും ഒരാളും, ഒരു ഋഷിയോ ഒരു മുനിയോ ഒരു പണ്ഡിതനോ ഒരു ആലിമോ ഒരു ഉസ്താദോ ഒരാളും അംഗീകരിക്കാത്ത, ഒരു മതവും വെച്ച് പൊറപ്പിക്കാത്ത കടുത്ത തിന്മകളെ ന്യായീകരിച്ചുകൊണ്ടാണ് ഇന്ന് ലോകം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇത് ഗുരുതരമാണ്. അള്ളാഹുവിന്റെ ശിക്ഷകളെ നമ്മൾ വിളിച്ചു വരുത്തലാണ്. മനുഷ്യരിതൊക്കെ ചെയ്തുകൊണ്ട് പടച്ചവനെ വെല്ലുവിളിക്കാനായിരിക്കാം അവർ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. പടച്ചതമ്പുരാൻ കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യൂഷികു അൻ തദാഅ അലൈകുമുൽ ഉമം കമാ തദാഅൽ അക്ലതു ഇലാ അലാ ഖസ്അതിഹാ. ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ വിശന്നു നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് ഒരു ഭക്ഷണത്തളികയിൽ നിങ്ങൾ ഭക്ഷണം വെച്ചു കൊടുത്താൽ ആ ഭക്ഷണത്തളികയിലേക്ക് അവർ കൈനീട്ടുന്ന പോലെ യൂഷികു അൻ തദാഅ അലൈക്കും അൽ ഉമം, നിങ്ങളുടെ മേൽ സമുദായങ്ങളൊക്കെ, നിങ്ങളല്ലാത്ത എല്ലാ സമുദായങ്ങളും നിങ്ങളുടെ മേൽ കൈവെക്കും. ഭക്ഷണത്തിലേക്ക് കൈവെക്കുന്ന പോലെ നിങ്ങളായിരിക്കും ഭക്ഷണം. ബാക്കിയുള്ള മുഴുവൻ ആളുകളും വിശന്ന് നിൽക്കാൻ, മീഡിയകൾ വിശന്ന് നിൽക്കാൻ, ഓൺലൈൻ ചാനലുകൾ വിശന്ന് നിൽക്കാൻ, വാട്സപ്പ് ചാനലുകൾ വിശന്ന് നിൽക്കാൻ, എല്ലാ സംഘടനകളും വിശന്ന് നിൽക്കാൻ. ഇല്ലാ മാ റഹിമ റബ്ബി. നിഷ്പക്ഷരായ എത്രയോ കോടിക്കണക്കിന് ആളുകൾ ഉണ്ട് നമുക്ക് ചുറ്റും, നല്ല മനുഷ്യരെന്ന് നമുക്ക് മറക്കാതെ വയ്യ. പക്ഷേ തിന്മയാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. അതാണ് വിഷയം. നിങ്ങളുടെ മേൽ കൈവെക്കും. ഒരാൾ ചോദിച്ചു, നബിയെ, ഞങ്ങളെന്ന് തീരെ ആളുകളില്ലാത്ത ന്യൂനപക്ഷമാകുമോ? വമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂലേ, ഞങ്ങൾ ചെറിയ ഒരു സംഘമാകുന്നത് കൊണ്ടാണോ അങ്ങനെ സംഭവിക്കുന്നത്? അതുകൊണ്ടായിരിക്കും അവരൊക്കെ ഞങ്ങളെ കൈവെക്കുന്നത്. എല്ലാവരും വിശന്നു വരുന്നവർ വാരി തിന്നുന്ന പോലെ ഈ ഉമ്മത്തിന്റെ തലയിൽ കൈവച്ച് പിടിച്ച് പറിച്ചു തിന്നാൽ ആർക്കും ഒന്നും പറയാനില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഈ ഉമ്മത്ത് പോകുമെന്ന് ഞങ്ങൾ ന്യൂനപക്ഷമാകുന്നത് കൊണ്ടാണോ? ബൽ അൻതും യൗമഇദിൻ കസീർ. നിങ്ങൾ ഒരുപാടുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുറച്ചൊന്നും, നിങ്ങൾ ഒരുപാടുണ്ട്. നിങ്ങൾ അങ്ങ് വിളിച്ചു കൂട്ടിയാൽ ഒരുപാടുണ്ട്. നിങ്ങൾ എണ്ണം കുറവൊന്നുമല്ല. വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ. ഒഴുക്കുചാലിലൂടെ ഒഴുകുന്ന ചണ്ടികൾ ഒഴുകുന്ന പോലെ നിങ്ങൾ ഒഴുക്കിനൊത്ത് ഒഴുകുകയാണ്. ആ ചണ്ടി പോകുന്ന എവിടേക്കാണെന്ന് പോലും നിങ്ങൾക്കറിയില്ല. വേസ്റ്റ് പോകുന്നത് എങ്ങോട്ടാണെന്ന് പോലും അറിയില്ല. പക്ഷെ പോകുന്ന കുറെ വേസ്റ്റിന്റെ കൂട്ടത്തിൽ നിങ്ങളും നിന്നു കൊടുക്കുകയാണ്. നാട്ടുകാരെന്ത് ചെയ്താലും അത് ഞങ്ങൾ ചെയ്യും. നിങ്ങൾ അങ്ങനെ മാറും. നിങ്ങൾക്ക് ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വന്നൊരു നിയമമുണ്ട്. മിഅ്റാജിന് പോയൊരു നിബിതങ്ങൾ നിങ്ങൾക്ക് ചില അഹ്കാമുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ ആലോചിക്കൂല. ആരെന്ത് ചെയ്താലും അത് ഇസ്ലാമികമാണോ അല്ലയോ, അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടോ, ഇതൊന്നും വിഷയമല്ല. ചെണ്ടികൾ ഒഴുകുന്ന പോലെ നിങ്ങളൊന്ന് ഒഴുകുകയാണ്. ഹബീബിന്റെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ നോക്കി, എത്ര മനോഹരമാണ്.
എന്ന് പറഞ്ഞാൽ എന്താ? എന്ത് ചെയ്താലും ഇമിറ്റേറ്റ് ചെയ്യും, എന്ത് ചെയ്താലും കോപ്പിയടിക്കും. അതിൽ നന്മയും തിന്മയും എന്ന വിഷയമല്ല. പടിഞ്ഞാറ് എന്ത് ചവച്ചു തുപ്പുന്നുവോ അത് വാരിയെടുത്ത് കഴിക്കാൻ നമ്മൾ ഈസ്റ്റേൺ രാജ്യക്കാർ കാത്തിരിക്കുകയാണ്. ഇന്ത്യ അടക്കമുള്ള നാട്ടുകാർ പടിഞ്ഞാറുകാരെ എന്ത് കടിച്ചു തുപ്പിയാലും അത് ഭയങ്കര സംഭവമാണെന്നാ പറയാം. നിങ്ങളെക്കുറിച്ചുള്ള ഭയം നിങ്ങളുടെ ശത്രുക്കളുടെ ഹൃദയങ്ങളിൽ നിന്ന് അല്ലാഹു എടുത്തു കളയും. ഒരു കാലത്ത് സാധുമാർ, കാരണവന്മാർ, സയ്യിദന്മാർ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ജീവിച്ച നാടാണിത്. അവരൊക്കെ കടന്നു പോകുമ്പോൾ അന്യമതസ്ഥരായ ആളുകൾ പോലും മുണ്ട് മടക്കിയെടുത്തവർ അഴിച്ചിട്ട് റോഡരികിൽ നിശബ്ദരായി കാത്തിരിക്കും. ആ മഹാന് കടന്നു പോകുന്നവരെ അവർ കൊടചൂടി ആരോടൊന്നും പറയാതെ പോവുകയായിരിക്കാം. പക്ഷേ അവർ ബസ്സിറങ്ങിയാൽ, അവരിന്ന് നടന്നു വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ കുട്ടികൾ കളി നിർത്തും. അത് നമ്മുടെ മക്കൾ മാത്രമല്ല, ഏത് ജാതിക്കാരും ഈ ഉമ്മത്തിനെ ആദരിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഇല്ലേ? നിങ്ങൾക്ക് ഓർമ്മയല്ലേ അത്? ആ ഭയം നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് അല്ലാഹു എടുത്തു കളയും. നിങ്ങളെ ഭയം ഉണ്ടാവില്ല അവർക്ക്. നിങ്ങളുടെ ഹൃദയങ്ങളിൽ അല്ലാഹു തആല വഹൻ എന്ന അസുഖം വിട്ടുതരും. അവർ ചോദിച്ചു, മൽ വഹ്നു യാ റസൂലല്ലാഹ്, നബിയേ എന്താണ് വഹൻ എന്ന് പറഞ്ഞാൽ? ഖാല ഹുബ്ബുദ് ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്, പൈസ വേണം, പൈസ മതി എന്ന ആഗ്രഹം നിങ്ങളുടെ കൽബിലേക്ക് വരും. അതിന് മാത്രമുള്ള ജീവിതമാകും നിങ്ങളുടെ ജീവിതം. വകറാഹിയത്തുൽ മൗത്ത്, മരണം എന്ന് പറയുന്നത് പോലും, മരണത്തിന്റെ ചർച്ച പോലും നിങ്ങൾക്ക് വെറുപ്പാണ്. മരണ വീട്ടിലേക്ക് നിങ്ങൾ പോകുന്നില്ലെന്ന് മാത്രമല്ല, മരണത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും നിങ്ങൾക്ക് വെറുപ്പാണ്. മരണം നിങ്ങൾക്ക് വെറുപ്പായി മാറുന്ന സമയമാണത്. ആ നേരത്ത് ഇങ്ങനെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുമെന്ന് നമ്മുടെ ഹബീബ് നമ്മളോട് സ്നേഹമുണ്ടായതിൻ്റെ പേരിൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് 21-ാം നൂറ്റാണ്ടിലേക്ക് നോക്കി ഹബീബ് പറഞ്ഞ വചനങ്ങൾ എത്ര സത്യസന്ധമാണ്. യാ അല്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സജ്ജനങ്ങളുടെ മാർഗത്തിലൂടെ ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സമയായോ? നിർത്താനായോ? സമയായി. എന്നാൽ പിന്നെ നമ്മൾ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഒരുമിച്ച് കൂടിയതും പറഞ്ഞതും നമ്മൾ കേട്ടതും ചിന്തിച്ചതും സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മൾ സമയം തുടങ്ങി 2 മണിക്കൂർ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ് الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. അല്ലാഹുവേ പായിപ്ര സെൻട്രൽ ജുമാ മസ്ജിദിന്റെ 160-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ പരിപാടി അല്ലാഹു